എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? കൊള്ളാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിലിരിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ്. അതെ, പണം, മണി. ഈ പാഠത്തിന്റെ പേര് മണി ആൻഡ് എക്കോണമി എന്നാണ്. പണവും സമ്പദ്വ്യവസ്ഥയും. രസകരമായൊരു വിഷയമാണല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇത് SSLC ജിയോഗ്രഫിയിലെ 5ാമത്തെ പാഠമാണ്. നമ്മൾ ദിവസവും എത്രയെത്ര സാധനങ്ങളും സേവനങ്ങളുമാണ് കൈമാറ്റം ചെയ്യുന്നത്? കടയിൽ പോയി സാധനം വാങ്ങുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, മൊബൈൽ റീചാർജ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ കൈമാറ്റങ്ങൾ ഇത്ര എളുപ്പമാക്കിയത് ആരാണെന്നോ? പണം തന്നെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിന് എല്ലാവരും അംഗീകരിക്കുന്ന എന്തിനേയും നമുക്ക് പണമെന്ന് വിളിക്കാം. പണം വന്നതുകൊണ്ടാണ് കൈമാറ്റങ്ങൾ വേഗത്തിലായതും ഓരോരുത്തർക്കും അവരവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നതും. ഉദാഹരണത്തിന്, ഒരു റബ്ബർ കർഷകന് റബ്ബർ കൃഷിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിന് റബ്ബർ വിറ്റ് പണമാക്കി ആ പണം കൊണ്ട് അരിയും പഞ്ചസാരയും തുടങ്ങി ആവശ്യമുള്ള മറ്റെല്ലാ സാധനങ്ങളും വാങ്ങാം. പണ്ട് ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. പണത്തിന് പല രൂപങ്ങളുണ്ട്. നാണയങ്ങൾ, നോട്ടുകൾ, ഇപ്പോൾ ഡിജിറ്റൽ പണവും. പക്ഷെ പണമില്ലാത്ത ഒരു സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം പണം നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ പണമിടപാടുകൾ എളുപ്പമാക്കുന്നതിൽ ബാങ്കുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നമുക്ക് പണത്തിന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പുസ്തകത്തിലെ ചിത്രങ്ങൾ കണ്ടോ? ഒരു കുട്ടി കൂട്ടുകാരന് സമ്മാനം വാങ്ങുന്നു, കടയിൽ നിന്ന് പേന വാങ്ങുന്നു, അച്ഛൻ സ്ഥലം വിറ്റ് പണം ബാങ്കിലിടുന്നു. ഇതെല്ലാം പണം ചെയ്യുന്ന ഓരോരോ ജോലികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പണത്തിന്റെ പ്രധാന ജോലികൾ? ഫങ്ഷൻസ് ഓഫ് മണി. 1. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ മാധ്യമം. സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും പണം ഉപയോഗിക്കാം. ഇതാണ് പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. 2. മെഷർ ഓഫ് വാല്യൂ, മൂല്യത്തിന്റെ അളവുകോൽ. എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നമുക്ക് പണത്തിൽ പറയാൻ പറ്റും. ഒരു പേനയ്ക്ക് 10 രൂപ, 1 കിലോ അരിക്ക് 40 രൂപ എന്നിങ്ങനെ. ഇത് സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. 3. സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യം സംഭരിക്കാനുള്ള ഉപാധി. നമുക്ക് നമ്മുടെ സമ്പാദ്യം പണമായി സൂക്ഷിച്ചുവെക്കാം. പണ്ടത്തെ പോലെ എളുപ്പത്തിൽ കേടുവരുന്ന സാധനങ്ങൾ സൂക്ഷിച്ചുവെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് പണം സൂക്ഷിക്കുന്നത്. 4. മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ്, ഭാവിയിലെ അടവുകൾക്കുള്ള മാനദണ്ഡം. കടം വാങ്ങാനും കൊടുക്കാനും ഭാവിയിൽ പണം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ഇടപാടുകൾ നടത്താനും പണം സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകൾ നടക്കുന്നത് ഈ സൗകര്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ആരാണിത് അച്ചടിക്കുന്നത്? ഓരോ രാജ്യത്തും ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിനാണ് ഈ അധികാരം. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിന്റെ പേരെന്താണെന്നറിയാമോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അഥവാ RBI. 1935 ഏപ്രിൽ 1-നാണ് ഇത് സ്ഥാപിച്ചത്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ എല്ലാം ബാങ്കാണ് RBI. 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിക്കാൻ അധികാരമുള്ളത് RBIക്ക് മാത്രമാണ്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, മറക്കരുത് കേട്ടോ. RBIയുടെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? 1. കറൻസി അച്ചടിച്ചിറക്കുന്നു. നോട്ടുകളുടെ ഡിസൈൻ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അച്ചടി, വിതരണം ഇവയെല്ലാം RBIയുടെ ഉത്തരവാദിത്തമാണ്. 2. ബാങ്കുകളുടെ ബാങ്ക്. മറ്റ് ബാങ്കുകൾക്ക് ഒരു വഴികാട്ടിയെപ്പോലെ പ്രവർത്തിക്കുന്നു. അവർക്ക് അത്യാവശ്യം വരുമ്പോൾ വായ്പ നൽകുന്നു. 3. പണത്തിന്റെ ലഭ്യതയും വായ്പയും നിയന്ത്രിക്കുന്നു. സമ്പദ്വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് RBI ആണ്. സമ്പദ്വ്യവസ്ഥയിൽ സാധനങ്ങളുടെ ഉൽപ്പാദനം കൂടാതെ പണത്തിന്റെ അളവ് മാത്രം കൂടിയാൽ എന്ത് സംഭവിക്കും? വില കൂടും. ഈ അവസ്ഥയെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം കൂടിയാൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വില, അതായത് വാങ്ങൽ ശേഷി, കുറയും. അതുകൊണ്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി RBI ചില ടൂൾസ് ഉപയോഗിക്കും. റേപ്പോ റേറ്റ്, റിവേഴ്സ് റേപ്പോ റേറ്റ്, CRR എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇവയെല്ലാം പണത്തിന്റെ ലഭ്യത നിയന്ത്രിക്കാനുള്ള RBIയുടെ ഉപകരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആദ്യ ഭാഗം ഇവിടെ നിർത്തുകയാണ്. പണം എന്താണെന്നും അതിന്റെ ജോലികൾ എന്തൊക്കെയാണെന്നും നമ്മുടെ സ്വന്തം RBIയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും കുറിച്ച് പഠിച്ചാലോ? തുടങ്ങാം. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് പ്രധാനമായും 2ആയി തിരിക്കാം. ബാങ്കുകളും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും,
അഥവാ NBFCകളും. ബാങ്കുകളെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ തിരിക്കാം. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. കേരള ബാങ്ക് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിന് ഉദാഹരണമാണ്. എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാന ജോലികൾ? 1. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ആളുകളിൽ നിന്ന് പണം നിക്ഷേപമായി സ്വീകരിക്കുക. ഇതിനായി പലതരം അക്കൗണ്ടുകളുണ്ട്. സേവിങ്സ് ഡെപ്പോസിറ്റ് അഥവാ സാധാരണക്കാർക്ക് സമ്പാദ്യശീലം വളർത്താനുള്ള അക്കൗണ്ട്. ഇതിന് കുറഞ്ഞ പലിശ ലഭിക്കും. കറന്റ് ഡെപ്പോസിറ്റ് വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും വേണ്ടിയുള്ള അക്കൗണ്ട്. ഇതിന് പലിശയൊന്നും കിട്ടില്ല, പക്ഷേ ഓവർഡ്രാഫ്റ്റ് സൗകര്യം കിട്ടും. അതായത് അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ പറ്റും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. ഇതിന് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പലിശ കിട്ടും. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന രീതി, ചിട്ടി പോലെ. 2. വായ്പകൾ നൽകുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പലതരം ആവശ്യങ്ങൾക്കായി ബാങ്കുകൾ വായ്പ നൽകുന്നു. വീട് വയ്ക്കാൻ, അതായത് ഹോം ലോൺ, കൃഷിക്ക് അഗ്രികൾച്ചറൽ ലോൺ, വാഹനം വാങ്ങാൻ, അതായത് വെഹിക്കിൾ ലോൺ എന്നിങ്ങനെ. ഇതിന് ബാങ്ക് പലിശ ഈടാക്കും. നിക്ഷേപകർക്ക് നൽകുന്ന പലിശയേക്കാൾ കൂടുതലായിരിക്കും വായ്പകാർക്ക് ഈടാക്കുന്ന പലിശ. ഈ വ്യത്യാസമാണ് ബാങ്കിന്റെ ലാഭം. ഇതിനെ സ്പ്രെഡ് എന്നു പറയും. ഇതുകൂടാതെ ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ലോക്കർ സൗകര്യം തുടങ്ങിയ ഒരുപാട് സേവനങ്ങളും ബാങ്കുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജി വന്നതോടെ ബാങ്കിംഗ് വളരെ എളുപ്പമായി. മൊബൈൽ ബാങ്കിങ്ങും ഓൺലൈൻ ബാങ്കിങ്ങും വഴി എവിടെയിരുന്നും എപ്പോഴും ഇടപാടുകൾ നടത്താം. NEFT, RTGS, UPI പോലുള്ള സംവിധാനങ്ങൾ പണം അയക്കുന്നത് വളരെ വേഗത്തിലാക്കി. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അതെല്ലാം UPI ആണ്. ഇനി ആരാണ് ഈ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ അഥവാ NBFCകൾ? ബാങ്കുകളെ പോലെ പ്രവർത്തിക്കുന്ന, പക്ഷേ ബാങ്കുകളുടെ എല്ലാ ജോലികളും ചെയ്യാത്ത സ്ഥാപനങ്ങളാണിവ. ഇവർക്ക് സാധാരണ ജനങ്ങളിൽ നിന്ന് സേവിങ്സും കറന്റ് ഡെപ്പോസിറ്റുകളും സ്വീകരിക്കാൻ കഴിയില്ല. ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, പിന്നെ നമ്മുടെ സ്വന്തം KSFE ഒക്കെ NBFCകൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം, അതായത് ബാങ്ക് നാഷണലൈസേഷൻ. ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിംഗ് സൗകര്യം എത്തിക്കാനും സാധാരണക്കാർക്ക് വായ്പ ലഭ്യമാക്കാനും ഇത് സഹായിച്ചു. അതുപോലെ സഹകരണ ബാങ്കുകളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് ഇതിന് ലോകപ്രശസ്തമായ ഒരു ഉദാഹരണമാണ്. നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയും ഒരു മൈക്രോ ഫിനാൻസ് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും ഒരു അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ച പ്രധാൻമന്ത്രി ജൻധൻ യോജന എന്ന പദ്ധതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പണം എങ്ങനെയാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതെന്നും ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഇതിലെന്തു പങ്കുവഹിക്കുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാങ്കേതികവിദ്യ വന്നതോടെ ഈ ഇടപാടുകൾ കൂടുതൽ വേഗത്തിലായി. നമ്മളെല്ലാവരും ഈ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8060066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.